ഹായ് ഹലോ, ഞാൻ കവി അനകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഈ ഒരു 2 ആഴ്ച കൊണ്ട് എൻ്റെ ഗാർഡനിൽ ഉണ്ടായ ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വൈറ്റ് ജറബറയാണ്. ജറബറയുടെ മൊട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം എടുത്തു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കാത്തിരുന്നാണ് അപ്പോൾ ഈ 2 ജറബറയും വിരിഞ്ഞത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 കളർ ജറബറയുണ്ട്, വൈറ്റ്, യെല്ലോ, റെഡ്. അത് യെല്ലോ പൂവായിട്ടില്ല, ബാക്കി 2ലും ഒരേ പൂവുകൾ വന്നു കേട്ടോ. പിന്നെ അടുത്തത് ഡെയ്സി ആണ് കേട്ടോ. 3 കളർ ഡെയ്സി വാങ്ങിച്ചു വെച്ചിരുന്നു ഞാൻ. അതിൽ ഒരെണ്ണം ചീഞ്ഞു പോയിട്ടോ. അതിൻ്റെ വെള്ളമൊഴിക്കലിൻ്റെ ഗുണം കൊണ്ടാണെന്ന് തോന്നണം. അപ്പം ഞാൻ ഈ അടുത്തിടെ നഴ്സറിയിൽ പോയപ്പോൾ അവിടെ ചോദിച്ചു ഡെയ്സി ഇങ്ങനെ ചീഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അധികം വെള്ളം ഒഴിച്ചാൽ ഡെയ്സി ചീഞ്ഞു പോയി. വേനലല്ലേ എന്ന് കരുതി കുറേ വെള്ളം ഒഴിക്കൂട്ടോ രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ. പിന്നെ വൈകിട്ടല്ലേ അതൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളത് നമ്മുടെ ബാൽസം പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് ഒരു 3-4 കളർ എൻ്റെ കയ്യിലുണ്ട്. ഒരു വൈറ്റ്, റെഡ്, പിന്നെ ഒരു മജന്ത കളർ, അങ്ങനെ ഒരു 3-4 ടൈപ്പ് ഉള്ളു. റെഡ് കളർ നിറയെ പൂക്കളുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ക്യാമറ തിരിച്ച് പിടിച്ചെടുത്തത് കൊണ്ട് അത് ഞാൻ ലോങ് വീഡിയോ ആക്കി എടുത്തപ്പോൾ ഇത്തിരിക്കോളം പൂവേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെയുള്ള കളറൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞുള്ളത്. ഇതൊരു വൈറ്റും ഓറഞ്ചും കൂടെ ചേർന്നൊരു കളറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ ഒരു പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട്. ഇപ്പം എല്ലാം തന്നെ കാലം തെറ്റിയുള്ള വരവാണല്ലോ, മഴയായാലും വെയിലായാലും. അതുപോലെ തന്നെയാണ് നമ്മുടെ റെയിൻ ലില്ലി. ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതമായി. സാധാരണ ഇത് മഴ സമയത്താണല്ലോ ഉണ്ടാവുക. പിന്നെ നമ്മുടെ പെൻഡാസ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ 2 കളർ അല്ല 3 കളർ പെൻഡാസ് ഉണ്ട്. അതിൽ റെഡ് മാത്രമാണ് ഇപ്പോൾ പൂവുള്ളത്. ഒരു പെൻഡാസ് നശിച്ചു. പിന്നെ എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതൊരു സീസണാണെന്ന് തോന്നുന്നു ഇത് പൂക്കൾ ഉണ്ടാവുന്നത്. കാരണം ഇതൊരു സീസണിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലുണ്ടാവാറേ ഇല്ല കേട്ടോ. കൊല്ല കുത്തി ഉണ്ടായിക്കോളും ഉണ്ടാവുകയാണ്. സീഡ്സ് എടുക്കാമെന്ന് വരുന്ന നട്ടിരുന്ന ഒരു പെറ്റോണിയ പ്ലാന്റ്സ് ആണ്. ഇത് സീഡ് കുറേ കിട്ടിയെങ്കിലും ആ പ്ലാന്റ്സ് നശിച്ചു പോയി. അപ്പം നമ്മൾ പെറ്റോണിയ ഒരിക്കലും സീഡിന് വേണ്ടി വയ്ക്കരുത് കേട്ടോ. പെട്ടെന്ന് നശിച്ചു പോയി. എല്ലാ ദിവസവും എനിക്ക് റോസാപ്പൂക്കൾ ഉണ്ടാവും കേട്ടോ. റോസാപ്പൂക്കളില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഗാർഡൻ ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചിലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും പ്ലാന്റ്സ് വാങ്ങുന്നത് നഴ്സറി ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഉദ്ദേശിച്ച് പോകുന്ന പ്ലാന്റ്സ് വാങ്ങൂല കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും റോസിൻ്റെ കളക്ഷൻ കാണും. റോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണ് വേറെ ഒരു പ്ലാന്റ്സിലോട്ടും പോകില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഉള്ളത് റോസ് തന്നെയാണ്. അത് ചിലപ്പോൾ ഒരേ ടൈപ്പിൻ്റെ തന്നെ 3-4 പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും പൂവൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടബോധം തോന്നുന്ന ഒരേ ഒരു പ്ലാന്റ്സ് ആണ് ഈ നിത്യകല്യാണി അല്ലെങ്കിൽ വിങ്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്സ്. കാരണം ഇത് കുറേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് അത്ര വലിയൊരു ശ്രദ്ധ കൊടുത്ത് അതിനെ പരിപാലിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നണം മഴ കൂട്ടി പിടിച്ചപ്പോൾ എല്ലാവരും നശിച്ചു പോയിട്ടോ. അത് കഴിഞ്ഞാണ് യൂട്യൂബിൽ ഇതങ്ങോട്ട് നല്ല ട്രെൻഡിങ് ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആകെ വിഷമമായി. കാരണം നമ്മുടെ കയ്യിലുണ്ടായ പ്ലാന്റ്സൊക്കെ നമ്മളതിനെ ശ്രദ്ധിക്കാതെ നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. ഇപ്പം പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് നട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കലാഞ്ചി വിരിഞ്ഞ് കിട്ടിയിട്ടോ. ഒരു വൈറ്റ് കലാഞ്ചിയാണ് ഇത്. ഞാനൊരു 130 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. മേടിക്കുമ്പോൾ ഇതിൽ മൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കൊന്ന് കലാഞ്ചിയോ വിരിയുന്നൊരു സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. നിറയെ പൂക്കളുണ്ട്. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.